ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഈ ജമാഅത്തെ ഇസ്ലാമി ഷൂറ അംഗത്തോടല്ല ഇപ്പോൾ ഈ പ്രകടനങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അണികളോടും നിങ്ങളുടെ നേതാക്കളോടും ഒക്കെ തന്നെയാണ് കേട്ടോ. ഫ്ലക്സ് എടുത്ത് മാറ്റുന്നത് നിങ്ങളുടെ പ്രവർത്തകരാണല്ലോ. തീർച്ചയായും ഞാൻ ഈ പ്രകടനം അപ്പൊ പറഞ്ഞതൊന്ന് പിൻവലിച്ചിട്ട് തുടങ്ങാം. ഞാൻ അതിലേക്ക് വരാം. പ്രകടനം സംഘടിപ്പിച്ചതിനെ അല്ലല്ല പിൻവലിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഞാൻ എന്താ പറഞ്ഞത്, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനകത്ത് പ്രകടനമല്ല, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു സമുദായ സംഘടനയുടെ ഒരു മഹിമ കളയാതെ എല്ലാവരും അതെടുത്തു മാറ്റണമെന്നാണ് തീരുമാനം. അതെ, കോൺഗ്രസ് പ്രസിഡന്റ് അല്ലേ ഇനി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ശരി, അത്രമാത്രം പറയുന്നു. നേതാക്കൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നില്ല. അനൂപ്, തുടരാം. ഇവിടെ KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണോ പരിഗണിക്കാതിരിക്കണോ എന്നതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. പക്ഷെ ഒരു മാധ്യമം പ്രത്യേക അജണ്ടയോടുകൂടി KC വേണുഗോപാലിന് ഒരു മുസ്ലിം വിരുദ്ധനായി വരെ ചിത്രീകരിക്കാനുള്ള വലിയ പരിശ്രമം നടത്തി. വെള്ളാപ്പള്ളി നടേശന്റെ ആളാണ് KC വേണുഗോപാൽ എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞോളൂ. ആദ്യ പ്രതികരണം ഏതോ ഒരു മാധ്യമ പ്രവർത്തനോടാണോ വേണ്ടത്? നിങ്ങളുടെ പ്രവർത്തകർ തെരുവിലിറങ്ങിയ സാഹചര്യം അതാണ് പാർട്ടി പരിശോധിച്ചത്. ആ പാർട്ടി പ്രവർത്തകരോടാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തത്. അവരാണ് ഇപ്പോൾ ഫ്ലക്സ് എടുത്ത് മാറ്റുന്നത്. നിങ്ങളുടെ പ്രവർത്തകരെ ആദ്യം അഡ്രസ് ചെയ്യൂ, പിന്നെ പോരെ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള മാധ്യമ പ്രവർത്തകരെ. സണ്ണി ജോസഫ് ഒറ്റ മിനിറ്റ്. ഇടയ്ക്കിടയ്ക്ക് നേതാക്കൾ വരാം. ശരി, പറഞ്ഞോളൂ. നിങ്ങളുടെ പാർട്ടിയിലെ ഉദ്വേഗം തീരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പറഞ്ഞോളൂ. അനൂപ് പറയൂ. അല്ല, ഞാൻ പറയുന്നത് സ്മൃതി അങ്ങനെ സംസാരിച്ചു എന്നല്ല. പക്ഷേ ഇവിടുത്തെ പ്രവർത്തകരെ, ആളുകളെയൊക്കെ അതിവൈകാരികതയിലേക്ക് നയിക്കുന്ന അപകടകരമായ ഒരു പൊതുബോധ നിർമ്മാണം ചിലർ ആസൂത്രിതമായി നടത്തിയിട്ടുണ്ട്. സ്മൃതി, എനിക്കിത് പറയാൻ സമയം വേണം, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ ആളാണ് KC വേണുഗോപാൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വസ്തുതകൾ നമ്മൾ പരിശോധിക്കണ്ടേ? KC വേണുഗോപാൽ ആദ്യമായി ആലപ്പുഴയിൽ മത്സരിക്കുന്നത് വരെ, അവസാനം നടന്ന ഇലക്ഷനിൽ വരെ ശോഭാ സുരേന്ദ്രന് വേണ്ടി രംഗത്ത് വന്നുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ ഗുരുനിന്ദയാണ് അദ്ദേഹത്തിന്റെ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ ആര് നടത്തിയാലും, വർഗീയ വിദ്വേഷ പരാമർശം നടത്തിയാലും ഗുരുനിന്ദയാണ് എന്ന് ശിവഗിരിയിൽ വെച്ച് ആവർത്തിച്ച് അസന്നിഗ്ധമായി പറഞ്ഞ ഒരാളാ KC വേണുഗോപാല്. ഇവിടെ ഒരു വിരുന്ന് സൽക്കാരത്തിലും, ഞാൻ അടിവരയിട്ട് പറയാ, ഒരു വിരുന്ന് സൽക്കാരത്തിലും ഒരു വർഗീയവാദിയെയും സൽക്കരിച്ച പാരമ്പര്യം അദ്ദേഹത്തിനില്ല. KC വേണുഗോപാൽ ഇതിന്റെ അല്ല സ്മൃതി ഒരു മുള്ളു പറയില്ല. നിങ്ങളൊരു മാനദണ്ഡം സൃഷ്ടിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരാൾ മുസ്ലിം കോസിന്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റ് എന്താ? വഖഫാണ്. ഇവിടത്തെ വഖഫിനെ സംബന്ധിച്ച് പാർലമെന്റിലെ ചർച്ചയിൽ KC വേണുഗോപാൽ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഞാൻ ശബരിമലയിൽ വർഷത്തിലൊരിക്കൽ പോകുന്ന ആളാ, ഗുരുവായൂരിൽ എല്ലാ മാസത്തിലും പോകുന്ന ആളാ. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഒരു അഹിന്ദുവിനെ വെച്ചാൽ അനീതിയാണോ, ഏതളവിൽ അനീതിയാണോ, അതുപോലെ വഖഫ് ബോർഡിൽ ഒരു മുസ്ലിമിനെ വെച്ചാൽ അനീതിയാണെന്ന് അസന്നിഗ്ധമാണ് ഈ ആവർത്തിച്ചു പറഞ്ഞ ഒരാളെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചാൽ അദ്ദേഹത്തിന് വേദന തോന്നാതിരിക്കാൻ കഴിയുമോ? ശരിയായ വാദമാണ് പറഞ്ഞത് അങ്ങ്. പക്ഷേ ഏതോ ഒരു മാധ്യമ പ്രവർത്തനം മറുപടി പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, അനൂപ് അഡ്രസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ തെരുവിലിറങ്ങിയ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയാണ്. അങ്ങ് അത് പറഞ്ഞോളൂ. അങ്ങ് ആ മാധ്യമത്തിൽ പോയി ആ മാധ്യമ പ്രവർത്തനോട് അല്ലെങ്കിൽ ആ മാധ്യമത്തോട് അങ്ങേക്ക് മറുപടി പറയാം. അത് ഈ കേരളമാകെ സ്വീകരിച്ചു എന്നൊരു അഭിപ്രായം അങ്ങേക്കുമില്ലല്ലോ. അല്ല, ഞാനൊരു കാര്യം പറയാം സ്മൃതി, ആ മാധ്യമം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ അപകടകരമായ ഒരു പൊതുബോധ നിർമ്മാണം ആളുകളെ വൈകാരികമാക്കുന്ന തരത്തിലേക്ക് കേരളത്തിൽ നടക്കുന്നുണ്ട്. സ്മൃതി പറഞ്ഞിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ അത്തരം ഏകപക്ഷീയമായ ബൈനറികളുണ്ടല്ലോ, ഒരാൾ നല്ലവൻ ഒരാൾ വിശുദ്ധൻ, അങ്ങനെയല്ല. വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ളത് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടാ.
ഞാനടക്കം VD സതീശൻ വെള്ളാപ്പള്ളി നടേശനെല്ലാം ആക്രമിക്കപ്പെട്ടപ്പോ എല്ലാ ചാനലിലും പോയി അതിനെ പ്രതിരോധിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. പ്രതികരണം ഞാൻ ഓർക്കുന്നുണ്ട്. അത് വ്യക്തമായിരുന്നു. പക്ഷേ വെള്ളാപ്പള്ളി ഈ ശ്വാസമുട്ടൽ പ്രയോഗം നടത്തിയപ്പോൾ എത്ര നേതാക്കൾ അന്ന് ശക്തമായി പ്രതികരിച്ചു എന്നതും നമ്മുടെ ഓർമ്മയിലുണ്ട്. അങ്ങനെ പ്രതികരിച്ചവരിൽ എത്ര നേതാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി അനൂപിനും ഓർമ്മയുണ്ടാകാം. അങ്ങ് മറ്റു ചില ഉദാഹരണങ്ങൾ മറ്റു ചില സന്ദർഭങ്ങളും എടുത്തു കാണിക്കുന്നു, ശരിയാണ്. പക്ഷേ മലപ്പുറത്ത് ശ്വാസമുട്ടൽ എന്ന പ്രയോഗം, ആ പ്രയോഗത്തിൽ കൃത്യമായി പ്രതികരിച്ച രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ളതും അനൂപിന് അറിയാമല്ലോ. അതിൽ നേതാവിന്റെ പേര് പറയാതെ പ്രതികരിച്ചവർ നമ്മുടെ മുന്നിലുണ്ട്. ആ ശ്വാസമുട്ട് ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞ നേതാക്കൾ ഇവിടെയുണ്ട്. അത് മുസ്ലിം ലീഗിനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ നേതാക്കൾ ഇവിടെയുണ്ട്, പാർട്ടിയും ഇവിടെയുണ്ട്. അപ്പോൾ അതിനോടൊക്കെയുള്ള ആ വിഷയത്തിൽ നിന്നൊക്കെ കടന്ന് അതിനുശേഷമാണ് ഒരു ജനവിധി ഉണ്ടായത് BR അനൂപ്, അല്ലേ? അങ്ങനെ ഒരു ജനവിധി നിങ്ങൾക്ക് അനുകൂലമായി വന്നത് ഈ വിഷയത്തിലെടുത്ത നിങ്ങളുടെ സെക്യുലർ നിലപാട് കൂടിയാണല്ലോ. പിന്നെ ആ സെക്യുലർ നിലപാടിൽ നിങ്ങൾ എന്താ ഈ തർക്കിക്കുന്നത്? തീർച്ചയായും. പിന്നെ എന്തിലാണ് തർക്കം? ഞങ്ങൾക്കൊരു തർക്കവുമില്ല സ്മൃതി. ഞങ്ങൾ വളരെ കൃത്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി വെള്ളാപ്പള്ളി നടേശന്മാരുണ്ടാക്കിയ ഒരു മുസ്ലിം വിദ്വേഷ പരിസരമുണ്ട്. അതിന് വളം വെച്ചു കൊടുത്ത ഒരു മാധ്യമ ബോധമുണ്ടാക്കിയ മറുനാടൻ ഷാജൻ സക്കറിയെ പോലുള്ള ആളുകളുണ്ട്. വെള്ളാപ്പള്ളി നടേശന്മാരും മറുനാടൻ ഷാജന്മാരും അവരെയൊക്കെ കയ്യകലത്തിൽ നിർത്തുന്ന ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്നത് UDFന്റെ വാഗ്ദാനമെടുക്കുന്നത് വരും. ഒരാളോടും ഞങ്ങൾക്ക് അത് കൃത്യമായ നിലപാടാണെന്നേ, അതിനകത്തൊരു പൊതുമാനദണ്ഡാണെന്നേ. നിങ്ങൾ ഒരാളെ എടുത്തു വെച്ച് നിങ്ങളുടെ ചിലരുടെ നിക്ഷിപ്ത താല്പര്യം കൊണ്ട് ഒരാളെ മുസ്ലിം വിരോധിയാണ്, വെള്ളാപ്പള്ളി നടേശന്റെ ആളാണെന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുതയും പരിശോധിച്ച് അക്കമിട്ട് നമുക്ക് പരിശോധിക്കാം. പൊതുമാനദണ്ഡം വേണം. ഇവിടുത്തെ ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന മുസ്ലിം കോസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വഖഫാണ്. ആ വഖഫിനെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് അതിന് പാർലമെന്റിൽ നേതൃത്വം കൊടുത്ത ഒരാളാ. അപ്പൊ ഞങ്ങൾക്കൊക്കെ മാനസികമായി വിഷമമുണ്ടെന്നേ. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാണോ, മുഖ്യമന്ത്രി ആകാതിരിക്കണോ ഞങ്ങളുടെ കൺസേൺ അല്ല. പക്ഷെ അദ്ദേഹത്തിന് മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ ചില ആളുകൾ ശ്രമിച്ചാൽ, അതിനെതിരെ അതിവൈകാരികത ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. പ്രതിരോധിക്കേണ്ടതാണ് VR അനൂപ്. അത് നിങ്ങളുടെ നേതാക്കളും മറുപക്ഷത്ത് നിൽക്കുന്ന നേതാക്കളും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.